Hey guys, welcome back to Debug Media. ഇന്ന് നമ്മളിവിടെ ഇവന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡേ ടു ഡേ ആറ്റം യൂസ് ചെയ്യുന്ന onClick ഇവന്റും onChange ഇവന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് onClick ഇവന്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മളൊരു കമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ആണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അത് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ ഈ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം കമ്പോണന്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം, counter.js. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഷോർട്ട് കട്ട്സ് ഉണ്ട്, പക്ഷേ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പോണന്റിലും ബേസിക് ആയിട്ട് വരുന്ന സാധനങ്ങൾ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനായി ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. അപ്പോൾ അത് നമ്മൾ റിയാക്ട് ഇമ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കമ്പോണന്റും ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി കോമയുടെ ബ്രാക്കറ്റ് തുറക്കുക, ഇതിൻ്റെ ഉള്ളിൽ കമ്പോണന്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ റിയാക്റ്റും കമ്പോണന്റും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ക്ലാസ് എഴുതാം, കാരണം നമ്മൾ ക്ലാസ് കമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ക്ലാസ് എഴുതും, കമ്പോണന്റ് പേര് എഴുതും, അതായത് കൗണ്ടർ എക്സ്റ്റെൻസ് കമ്പോണന്റ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റെൻഡർ ഫംഗ്ഷൻ എഴുതും, എന്നിട്ട് റിട്ടേൺ എന്ന് എഴുതും. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു div എഴുതാം, ഇവിടെ കൗണ്ടർ കമ്പോണന്റ് എന്ന് എഴുതാം. ഇതോടെ കഴിഞ്ഞില്ല, കാരണം നമ്മളിത് എക്സ്പോർട്ടും ചെയ്യണം, എന്നാലാണ് നമുക്ക് ഈ ReactJsൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ഡിഫോൾട്ട് ആപ്പ് എഴുതിയ പോലെ നമ്മൾ ഇവിടെയും എക്സ്പോർട്ട് ചെയ്യണം, എന്നാലാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ എക്സ്പോർട്ട് ഡിഫോൾട്ട് കൗണ്ടർ എന്ന് എഴുതും. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ഡിഫോൾട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫോൾട്ട് കീവേഡ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് എക്സ്പോർട്ട് കൗണ്ടർ ഡയറക്റ്റ് എഴുതിക്കൂടാ? അത് ആക്ച്വലി ഒരു അഡ്വാൻസ് ടോപ്പിക്കാണ്, അത് ഞാൻ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്നായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫോൾട്ട് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ onClickലേക്ക് കടക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് ഞാനിത് ഈ എഴുതിയിട്ടുള്ള കൗണ്ടർ കമ്പോണന്റ് ഞാനൊരു ഹെഡറിൻ്റെ ഉള്ളിൽ എഴുതാം. H2 ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് H1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ടാഗിൽ എഴുതാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ബട്ടൺ വേണം, കാരണം നമ്മൾ onClick ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു ബട്ടൺ വേണം അത് അപ്പൻഡ് ചെയ്യാൻ. നമുക്ക് എന്തിനു വേണമെങ്കിലും അപ്പൻഡ് ചെയ്യാം onClick, അത് വിഷയമല്ല. പക്ഷെ നമ്മൾ യൂഷ്വലി ബട്ടണിനാണ് onClick ഇവന്റ്സ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബട്ടൺ എഴുതാം. ഇതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൊടുക്കാം. ഇതിനുള്ളിലായിരിക്കും നമ്മൾ onClick എഴുതാൻ പോകുന്നത്. അപ്പോൾ onClick എഴുതുന്നതിനെക്കാട്ടി മുമ്പ് നമുക്ക് ഈ കമ്പോണന്റ് വർക്ക് ആവേണ്ടെന്ന് അറിയണം, ഇത് റെൻഡർ ആവേണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം സ്ക്രീനിൽ നോക്കാം. സ്ക്രീനിൽ നോക്കിയാൽ അത് റെൻഡർ ആയിട്ടില്ല, കാരണം നമ്മളത് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, അത് എവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ReactJsലാണ്, സാധാരണ കമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യണ പോലെ. ഇവിടെ വന്നതിന് ശേഷം ഇമ്പോർട്ട് കൗണ്ടർ ഫ്രം ആ കമ്പോണന്റിന്റെ പേര്. അപ്പോൾ അതുള്ളത് കമ്പോണന്റ് ഫോൾഡറിനുള്ളിലാണ്. അപ്പോൾ അത് സെയിം ഫോൾഡറിലായതുകൊണ്ട് നമുക്ക് ഡോട്ടും സ്ലാഷ് ഇട്ടാൽ മതി. എന്നിട്ട് കമ്പോണന്റ് എന്ന് എഴുതാം, എന്നിട്ട് സ്ലാഷ് ഇട്ടതിന് ശേഷം ആ കമ്പോണന്റിന്റെ പേരും കൗണ്ടർ. ആ .js എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് റിയാക്ടിന് ഓൾറെഡി മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ഈ കൗണ്ടറിനെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ കൗണ്ടറിനെ വിളിച്ചായി. ഇനി നമുക്ക് വെബ് പേജിൽ പോയി കാണാൻ പറ്റും നമ്മളെ കൗണ്ടർ കമ്പോണന്റ് റെൻഡറായി, ക്ലിക്ക് മീ എന്നുള്ള ബട്ടണും റെൻഡറായി. ഇനി നമുക്ക് നേരെ കമ്പോണന്റ് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് onClick ഇവന്റ് ആണ്. അപ്പോൾ onClick ഇവന്റ് എഴുതാനായി നമ്മൾ ഫസ്റ്റ് എഴുതും, C ക്യാപിറ്റൽ, കാരണം എല്ലാ ഇവന്റ്സും ക്യാമൽ കേസ് ആണ് റിയാക്റ്റിൽ. എന്നിട്ട് onClick എന്ന് എഴുതും. ഇത് എഴുതിന് ശേഷം നമ്മൾ ഒരു ഈക്വൽ ടു എഴുതും. എന്നിട്ട് നമ്മൾ സാധാരണ ബ്രാക്കറ്റ് തുറക്കുന്ന പോലെ ബ്രാക്കറ്റും തുറക്കും. ഇതിനുള്ളിലായിരിക്കും നമ്മൾ നമ്മളെ ഫംഗ്ഷന്റെ പേര് എഴുതാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഇത് ക്ലാസ് കമ്പോണന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദിസ് ഇടാൻ മറക്കരുത്. ദിസ് ഡോട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷന്റെ പേര് എഴുതാം. ഞാനിവിടെ ഫസ്റ്റ് ക്ലിക്ക് എന്നാണ് എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷന്റെ പേര് onClickലേക്ക് അപ്പൻഡ് ചെയ്തു. ഇനി നമ്മൾ ആ ഫസ്റ്റ് ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, കാരണം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നടക്കണ്ടേ. അപ്പോൾ അത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനായി നേരത്തെ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ ക്ലാസും റെൻഡറിന്റെയും നടുവിലായിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസും എഴുതേണ്ടത്. ഒരു ഫംഗ്ഷനും സ്റ്റേറ്റ് നമ്മൾ ഒരിക്കലും റെൻഡറിന്റെ ഉള്ളിൽ എഴുതരുത്, ഇതെല്ലാം ക്ലാസിന്റെ ഉള്ളിലാണ് വരിക. അപ്പോൾ നമ്മൾ ക്ലാസിന്റെ ഉള്ളിലായിരിക്കണം ഫസ്റ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഴുതേണ്ടത്. ഈ ഫസ്റ്റ് ക്ലിക്ക് എന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്ത് ഇവന്റ് നമുക്ക് രണ്ട് വഴിയിൽ എഴുതാൻ പറ്റും. ആദ്യം ഞാൻ നോർമൽ മെത്തേഡ് കാണിച്ചു തരാം, പിന്നെ അതിന്റെ വ്യത്യാസം എന്താണെന്നും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോർമലി എഴുതാറ് ഫസ്റ്റ് ക്ലിക്ക് ബ്രാക്കറ്റ് പിന്നെ കേളി ബ്രേസസ് തുറക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓപ്സ് കോൺസെപ്റ്റിൽ നോർമലി എഴുതാറ്. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കീവേഡ് വരില്ല, കാരണം ഇത് ക്ലാസ് ആണ്, ക്ലാസിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എന്ന പേര് വരില്ല. ഇതിപ്പോൾ വർക്കിംഗ് ആണെന്ന് അറിയാം, നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം. console.log ഇതിനുള്ളിൽ റണ്ണിംഗ് എന്ന് എഴുതാം. ഇത് സേവ് ചെയ്തതിനു ശേഷം വെബ് പേജിൽ പോയിട്ട് ഇൻസ്പെക്ട് എലിമെന്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. Ctrl+Shift+I ആണ് അതിൻ്റെ ഷോർട്ട് കീ. നിങ്ങൾ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഇൻസ്പെക്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ കൺസോൾ ഓപ്പൺ ആവും. ഇതിൽ എലിമെന്റ്സ് ഉണ്ട്, അത് നമ്മൾ HTML കാണാൻ, പിന്നെ കൺസോളും ഉണ്ട്. ഇപ്പോൾ കൺസോളിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. എന്നിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ റണ്ണിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ബട്ടൺ വർക്കിംഗ് ആണെന്നാണ്.
അപ്പോൾ നമ്മൾ ഓൺ ക്ലിക്ക് ഇവന്റ് സക്സസ് ആണെന്ന് അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അതിന് നമ്മൾ ആരോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആരോ ഫംഗ്ഷൻ എഴുതാനായി നമ്മൾ ആദ്യം ഫംഗ്ഷന്റെ പേര് എഴുതും, = എഴുതും, ബ്രാക്കറ്റ് ഇടും, പിന്നെ ഒരു ആരോ ഇടും. ഇങ്ങനെയാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ എഴുതാം. ഇതിപ്പോൾ നമ്മൾ പേജിൽ പോയതിനു ശേഷം ക്ലിക്ക് മീ അമർത്തിയാൽ നമുക്ക് റണ്ണിങ് തന്നെ കിട്ടും. അതായത് ഇതും വർക്കാവും. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ ആരോ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് റിയാക്റ്റിൽ വന്നിട്ടുള്ള ഒരു ES6ന്റെ ഒരു മെത്തേഡാണ്. ഇത് ജാവാസ്ക്രിപ്റ്റിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ റിയാക്റ്റിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നില്ല. അതിപ്പോൾ അടുത്താണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഒറ്റ ബട്ടൺ ഉള്ളൂ. ഓക്കെ, ഈ കേസിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആരോ ഫംഗ്ഷൻ ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഉണ്ട്, ടേബിളിൽ ഇപ്പോൾ ഒരു 100-200 ഡാറ്റ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 100 ഡാറ്റയ്ക്കും 100 ബട്ടൺസ് ഉണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ ബട്ടണും ഓരോ റോയിൻ്റെ ആണ്. പക്ഷെ നിങ്ങൾ ആകെ എഴുതുക ഒറ്റൊരു ക്ലിക്ക് ഇവന്റ് ആണ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ. നിങ്ങൾ 100 ക്ലിക്ക് ഇവന്റ് എഴുതില്ല, ഒറ്റൊരു ക്ലിക്ക് ഇവന്റ് ആയിരിക്കും ഓരോന്നോരോന്ന് ഡിലീറ്റ് ചെയ്യുക. പക്ഷെ ഇതിപ്പോൾ ആരോ ഫംഗ്ഷൻ അല്ല, ഒരു നോർമൽ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ബട്ടന് മനസ്സിലാവില്ല അത് ഏത് ഡാറ്റയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ റിയാക്ട് നോർമലി ഉപയോഗിക്കുന്നത് ബൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇത്ര നാളും ചെയ്തിരുന്നത്. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, കാരണം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആരോ ഫംഗ്ഷൻ ആയിരിക്കില്ല, കാരണം അതാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതും. അപ്പോൾ അത് എഴുതാനായി നമ്മൾ ഫസ്റ്റ് കൺസ്ട്രക്ടർ എഴുതും, എന്നിട്ട് അതിനുള്ളിൽ പാരാമീറ്റർ ആയിട്ട് പ്രോപ്സ് എന്ന് ടൈപ്പ് ചെയ്യും. കാരണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കമ്പോണന്റ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ എടുക്കാൻ നോക്കുകയാണ്. ഇത് കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് വിളിക്കും. കാരണം കൺസ്ട്രക്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് എഴുതുന്നത് കമ്പൽസറി ആണ്. അത് ഊപ്സ് കോൺസെപ്റ്റ് പഠിച്ചവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ അത് പ്രശ്നമുള്ളതല്ല, കാരണം ഇത് ഇപ്പോൾ അധികം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഊപ്സ് കോൺസെപ്റ്റിൻ്റെ ഇതിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ദിസ് ഡോട്ട് ഫസ്റ്റ് ക്ലിക്ക് എന്ന് എഴുതും, ആ മെത്തേഡിനെ വിളിക്കും. ഇറ്റ് = പിന്നെയും ദിസ് ഡോട്ട് ഫസ്റ്റ് ക്ലിക്ക് ഡോട്ട് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ ദിസ് എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പണ്ട് റിയാക്റ്റിൽ ഫംഗ്ഷൻസ് ഓരോന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 ഫംഗ്ഷൻ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ഡിലീറ്റ് ചെയ്യാനുണ്ട്, അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ 10 ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 10 ഫംഗ്ഷൻസും നിങ്ങൾ കൺസ്ട്രക്റ്റിൽ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ബൈൻഡ് ചെയ്യണം. ഇത് ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആരോ ഫംഗ്ഷൻസും യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ ആരോ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതുന്നത്. അപ്പോൾ ആരോ ഫംഗ്ഷൻസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ തന്നെ ഫസ്റ്റ് ക്ലിക്കിന്റെ ഇവിടെ എന്തുകൊണ്ടാണ് ബ്രാക്കറ്റ് തുറക്കാണ്ടിരുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം റിയാക്റ്റിൽ ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് ആ ഫംഗ്ഷൻ തന്നെ വിളിക്കും. അതുകൊണ്ടാണ് ഇതിൽ ബ്രാക്കറ്റ് ഇടാത്തത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നോർമലി അവിടെ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റണ്ണിങ് കാണിക്കും. പക്ഷെ നമ്മളത് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അതിനെ റിപ്പീറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയി ഓൾറെഡി ഇതാ റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രാക്കറ്റ് ഇടാത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കൗണ്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, അത് ഇൻക്രിമെന്റ് ചെയ്യാനും ഡിക്രിമെന്റ് ചെയ്യാനുള്ള രീതിയിൽ. അപ്പോൾ കൗണ്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പ്ലസ് ബട്ടൺ വേണം. അപ്പോൾ നമുക്കിവിടെ ഒരു പ്ലസ് കൊടുക്കാം. എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഒരു മൈനസ് ബട്ടണും കൊടുക്കാം. നമുക്കിന്നിട്ട് ഇതിൻ്റെ ഓരോരുത്തരുടെ പേര് മാറ്റാം. ഇത് നമുക്ക് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാം. ഇവിടെ നമുക്ക് ഓൺ ഡിക്രിമെന്റ് എന്നും കൊടുക്കാം, ഇവിടെ ഓൺ ഇൻക്രിമെന്റ് എന്നും കൊടുക്കാം. എന്നിട്ട് ഈ ഫസ്റ്റ് ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷന്റെ പേര് മാറ്റാം. ഇത് നമുക്ക് ഓൺ ഇൻക്രിമെന്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വാല്യൂ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുക. നമുക്ക് 0 തുടങ്ങിയിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ +1 +2 3 4 5 അങ്ങനെ പറഞ്ഞിട്ട് നമ്പർ കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു സ്റ്റേറ്റ് ആണ്, കാരണം സ്റ്റേറ്റ് ആണല്ലോ നമ്മളെ വേരിയബിൾ. അപ്പോൾ അതിലാണ് നമുക്ക് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനുള്ളിൽ നമുക്ക് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ വാല്യൂ നമുക്ക് ഇനീഷ്യലി 0 കൊടുക്കാം. അപ്പോൾ ഈ 0 നമുക്ക് സ്ക്രീനിൽ കാണണം. നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴും ഡിക്രിമെന്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂ മാറുന്നത് നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് JSXൽ പ്രിന്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസ് ചെയ്യും. ഇതിനുള്ളിൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടർ എന്ന് എഴുതും. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ 0 എന്ന് കാണാൻ പറ്റും. ഇനി ഈ 0 നമ്മൾ ഓരോ ക്ലിക്കിലും +1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൗണ്ടർ എന്ന് എഴുതും. ഈ കൗണ്ടർ നമുക്ക് 1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് 1 ഇട്ടാൽ നടക്കില്ല, കാരണം 1 ഇട്ടാൽ ആ 0ന്റെ വാല്യൂ 1 ആവുന്നതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കറന്റ് വാല്യൂ +1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കറന്റ് വാല്യൂ കിട്ടെങ്കിൽ നമ്മൾ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടർ എന്ന് എഴുതണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കറന്റ് വാല്യൂ കിട്ടി. ഈ കറന്റ് വാല്യൂ +1 ആണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ പോയിട്ട് ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ കൗണ്ടർ ഓരോന്നോരോന്നായിട്ട് ഇൻക്രിമെന്റ് ആവും. പക്ഷെ ഡിക്രിമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല, കാരണം നമ്മൾ അതിനായിട്ട് ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. ഡിക്രിമെന്റ് ചെയ്യാൻ ഇതേപോലെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഈ സെയിം സാധനം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക,
എന്നിട്ട് ഇവിടെ ഓൺ ഇൻക്രിമെൻറ്റ് പകരം ഓൺ ഡിക്രിമെൻ്റ് എന്ന് എഴുതിയിട്ട് ഈ പ്ലസിൻ്റെ പകരം മൈനസ് കൊടുത്താൽ മതി. അത്രയും സിമ്പിളാണ് ഡിക്രിമെൻ്റ് എഴുതാൻ. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇനീഷ്യൽ വാല്യൂ 0 കിട്ടും, ഇവിടെ പ്ലസും വർക്ക് ആവുന്നുണ്ട്, മൈനസും വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ 1 2 3 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഒരു ടൈമർ പോലെ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മതിയെന്ന്, നേരത്തെ ചെയ്ത പോലെ ഓട്ടോമാറ്റിക് വിളിക്കാൻ. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കാത്തത്. കാരണം ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ആവും. അപ്പോൾ അത് എൻഡ്ലെസ് ലൂപ്പ് പോലെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ കോഡ് തന്നെ ബ്രേക്ക് ആവും. ഇപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വെബ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ അത് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു വലിയ എറർ കിട്ടും. അപ്പോൾ ഈ എറർ മെസ്സേജ് വായിച്ച് നമുക്ക് മനസ്സിലാവും ദിസ് ക്യാൻ ഹാപ്പൻ വെൻ എ കമ്പോണന്റ് റിപ്പീറ്റഡ്ലി കോൾ സെറ്റ് സ്റ്റേറ്റ്. കാരണം നമ്മൾ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് ആ സെറ്റ് സ്റ്റേറ്റ് കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കണം. അത് നല്ലതല്ല. റിയാക്ട് അതിനെ അലോ ചെയ്യില്ല കണ്ടിന്യൂസ്ലി വിളിക്കാൻ. ഒരു ലൂപ്പ് പോലെ വിളിക്കാൻ റിയാക്ട് അലോ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഇവന്റ്സ് എഴുതുമ്പോൾ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് എഴുതാനും ക്ലിക്ക് ഇവന്റ് എഴുതാനും ഫുൾ ഡെപ്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓൺ ചേഞ്ച് ഇവന്റിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായി നമുക്ക് വേറൊരു കമ്പോണന്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡറിൽ തന്നെ ഫോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത പോലെ ഓരോന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് RCC എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ എക്സ്പോർട്ട് എന്നുള്ള പേരെടുത്ത് കളഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ എക്സ്പോർട്ട് ഡിഫോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡിവെൻ്റ് ആവശ്യമില്ല. കാരണം നമ്മൾ ഫോംസിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫോം തന്നെ ഒരു ബ്ലോക്ക് എലിമെൻ്റ് ആണ്. ഇതിനുള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഇടാം. അപ്പോൾ അതിനായി ടെക്സ്റ്റ് ബോക്സ് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ സ്ക്രീനിൽ കിട്ടില്ല. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ReactJs വരും. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ഫോംസ് ഫ്രോം. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ട. എല്ലാ പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്ലഗിൻസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ആ കമ്പോണന്റ് പേര് എഴുതിയിട്ട് എൻ്റർ അടിച്ചാൽ മതി. കറക്റ്റ് ആ കമ്പോണന്റ് പേരിൽ തന്നെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ സ്ലാഷ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം. ഇവിടെ നമുക്ക് H2ൽ ഫോം കമ്പോണന്റ് എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഫോം കമ്പോണന്റ് കിട്ടി. ഇനി നമുക്ക് ReactJsൽ വന്നിട്ട് ജസ്റ്റ് ഈ കമ്പോണന്റ് നമുക്ക് കമൻറ്റ് ചെയ്ത് കളയാം. അപ്പോൾ പിന്നെ കാരണം നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോം കമ്പോണന്റ് മാത്രമായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ ആ കൗണ്ടർ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു വാർണിംഗ് കിട്ടി. കൗണ്ടർ ഇസ് ഡിഫൈൻ ബട്ട് നെവർ യൂസ്ഡ്. ഞാൻ പറഞ്ഞല്ലോ എന്ത് സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊരു വാർണിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും കമൻറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ ആ വാർണിംഗ് പോയി. ഇനി നമുക്ക് ഓൺ ചേഞ്ച് ഇവന്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ഫോംസ് കമ്പോണന്റിനുള്ളിൽ പോയിട്ട് ഇൻപുട്ടിനുള്ളിലാണ് നമ്മൾ ഓൺ ചേഞ്ച് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഓൺ ചേഞ്ച് എന്ന് എഴുതണം. നേരത്തെ ഓൺ ക്ലിക്ക് ചെയ്ത പോലെ ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് എന്നിട്ട് ഫംഗ്ഷൻ്റെ പേര് നമുക്ക് ദിസ് ഡോട്ട് ഓൺ ഹാൻഡിൽ ചേഞ്ച് എന്ന് എഴുതാം. ഈ ഫംഗ്ഷൻ നമുക്ക് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഞാൻ ആരോ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫംഗ്ഷൻ ആദ്യം നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ വർക്ക് ആവേണ്ടത് നമ്മൾ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു കൺസോൾ ചെയ്ത് നോക്കാം. ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇടാം. ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കൺസോളിൽ കാണിക്കും. ഇനി നമുക്ക് ആ ടൈപ്പ് ചെയ്യണതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. എല്ലാ ഫംഗ്ഷൻസും ഡിഫോൾട്ട് ആയിട്ട് ഒരു പാരാമീറ്റർ എടുക്കും. അതിൻ്റെ പേരാണ് ഇവന്റ്. ഈ ഇവന്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ എലിമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആക്സസ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഈ കൺസോളിനുള്ളിൽ ഇവന്റ് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പേജിൽ പോയതിനു ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ഇതിനുള്ളിൽ പല സാധനങ്ങളും ഉണ്ട്. നമുക്കിതിൽ വേണ്ടത് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാരണം നമ്മൾ അത് ടൈപ്പ് ചെയ്യണ വാല്യൂ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ ഡോട്ട് ടാർഗറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്തതിനു ശേഷം ബാക്കി പോയിട്ട് ഒന്നുകൂടിയും വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻപുട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് ഇൻപുട്ടാണ് ആക്സസ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഡോട്ട് വാല്യൂ എന്ന് എഴുതും. ഇപ്പോൾ പേജിൽ പോയിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഡീബഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഓരോന്നായിട്ട് കിട്ടാൻ തുടങ്ങും. ഈ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂലുള്ള ടെക്സ്റ്റ് ആണ് നമ്മളൊരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുക. ആ സ്റ്റേറ്റ് ആയിരിക്കും നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ APIസിൽ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുക. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വാല്യൂ കിട്ടി. ഇതിപ്പോൾ എനിക്ക് JSXൽ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ എവിടെയും സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് എംപ്റ്റി സ്ട്രിങ് കൊടുക്കാം. കാരണം ഇപ്പോൾ അതിന് ഒരു വാല്യൂ ഇല്ല. അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് എലിമെൻ്റ് വാല്യൂ എന്ന ആട്രിബ്യൂട്ടിൽ ഇത് നമ്മൾ അപ്പെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി വന്നാൽ ഒന്നും കിട്ടില്ല ടെക്സ്റ്റ് ബോക്സിൽ. കാരണം അത് എംപ്റ്റി ആയിരിക്കും. കാരണം ഇതിനുള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് ടൈപ്പ് ചെയ്യണത് അതായിരിക്കും ഈ ടെക്സ്റ്റ് ബോക്സിൽ വരാം. ഇനി നമ്മൾ പുതിയതായിട്ട് ടൈപ്പ് ചെയ്യണ വാല്യൂ ആയിരിക്കണം ഈ സ്റ്റേറ്റിനുള്ളിലേക്ക് പോകേണ്ടത്. ആ സ്റ്റേറ്റ് ആണ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ദിസ് ഡോട്ട്
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നോർമലി സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന പോലെ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കും. ഇതിനുള്ളിൽ നമ്മൾ ഇൻപുട്ട് വാല്യൂ എന്ന് എഴുതും. ഇവിടെ നമ്മൾ ആ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്ന് എഴുതും. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇത് നേരെ വെബ് പേജിലേക്ക് പോകാം. ഇപ്പോൾ വെബ് പേജിൽ ഇപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്താൽ നമുക്കൊരു വ്യത്യാസം അറിയില്ല. കാരണം ഇപ്പോൾ സ്റ്റേറ്റിൽ ഇതുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഓൺ ക്ലിക്ക് ഇവൻ്റ് ഒന്ന് ജസ്റ്റ് എഴുതാം. അപ്പോൾ അതിനായി ഇൻപുട്ടിൻ്റെ താഴെ വന്നിട്ട് ഞാനൊരു ബട്ടൺ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ സബ്മിറ്റ് എന്ന് എഴുതി. എന്നിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഡോട്ട് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമുക്ക് മേലെ ക്രിയേറ്റ് ചെയ്യാം. ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ ടൈപ്പ് ചെയ്ത വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതായത് ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഇൻപുട്ട് വാല്യൂ, ഈ വാല്യൂ ആണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. കാരണം അതാണല്ലോ നമ്മൾ സബ്മിറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ഇവിടെ ബട്ടൻ്റെ അടി വന്നിട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പേജ് റീഫ്രഷ് ആവും ഓട്ടോമാറ്റിക്കലി. നമുക്കത് ഇവന്റ് അല്ലെങ്കിൽ ആ പേജ് റീഫ്രഷ് ആവും. കാരണം ഫോം ആണല്ലോ. ഫോം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം സബ്മിറ്റ് ചെയ്യണമെന്ന് അർത്ഥം. അപ്പോൾ എപ്പോൾ സബ്മിറ്റ് ചെയ്താൽ റീഫ്രഷ് ആവും. ഇനിയിപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഈ കൺസോൾ എടുത്ത് കളയാം. പിന്നെ നമുക്ക് ആ ടൈപ്പ് ചെയ്യണതൊന്നും കിട്ടില്ല. സേവ് ചെയ്തതിനു ശേഷം പേജിൽ പോയിട്ട് നമുക്കിവിടെ ഡീബഗ് മീഡിയ എന്ന് എഴുതാം. എന്നിട്ട് സബ്മിറ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സബ്മിറ്റ് ചെയ്ത ടെക്സ്റ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ഓൺ ചേഞ്ച് ഇവൻറ്റും വർക്കായി, ക്ലിക്ക് ഇവൻറ്റും വർക്കായി. ഇതിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി കാണുന്ന വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഈ സ്റ്റേറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ദിസ് ഡോട്ട് സ്റ്റേറ്റ് മാത്രമാക്കിയിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഇൻപുട്ട് വാല്യൂ AST. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിവിടെ ടൈപ്പ് സിക്കിൾഡ് ബട്ടൺ കൊടുക്കാനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്തതിനു ശേഷം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ പേജ് റീഫ്രഷ് ആവും. കാരണം അത് ഫോമാണ്, അത് എപ്പോഴും സബ്മിറ്റ് ചെയ്യും. അത് നമുക്ക് ടൈപ്പ് സിക്കിൾഡ് ബട്ടൺ കൂടാണ്ട് ഇവന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി നമ്മളെ ക്ലിക്ക് ഇവന്റിൽ പോയിട്ട് ഇവന്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ പാസ് ചെയ്യാം, ഡിഫോൾട്ട് ആയിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവന്റ് ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പേജ് റിഫ്രഷ് ആവില്ല. കാരണം അതിൻ്റെ അർത്ഥം അത് പ്രിവെന്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ നമുക്കിത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലിക്ക് ചെയ്യുക, അത് റിഫ്രഷ് ആവില്ല. കാരണം ആ റിഫ്രഷ് ഇത് പ്രിവെന്റ് ചെയ്തു. പിന്നെ ആരോ ഫംഗ്ഷന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ രണ്ടിൽ കൂടുതൽ പാരാമീറ്റർ വരുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ക്യൂ എന്തെങ്കിലും പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ആരോ ഫംഗ്ഷന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ ഒരു ലൈനിലാണ് സാധനം എൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഇവന്റ് ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് ഞാൻ റിമൂവ് ചെയ്യണം. ഇപ്പോൾ കൺസോൾ മാത്രമായി. കൺസോൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒറ്റ ലൈനിൽ തന്നെ ഇത് എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നിട്ട് ടൈപ്പ് ഇസിക്കൽ ടു ബട്ടൺ എഴുതാം. അപ്പോൾ പിന്നെ റീഫ്രഷ് ആവില്ല. ബാക്കിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. അത് ആരോ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഒരു ലൈനിലാണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിനൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ കോഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ ആ കോഴ്സ് പോയി കണ്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു സിനാരിയോ മാത്രമാണ്, ജസ്റ്റ് ഒരു ഇൻപുട്ട് ബോക്സ്. പക്ഷെ ഇപ്പോൾ നമുക്ക് 2 ഇൻപുട്ട് ബോക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10-20 ഇൻപുട്ട് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യും? നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓൺ ഹാൻഡിൽ ചേഞ്ച് കൊടുത്തു, ഇൻപുട്ട് വാല്യൂ കൊടുത്തു. അത് ഓൺ ഹാൻഡിൽ ചേഞ്ച് നമ്മൾ ഈ ഇൻപുട്ടിനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ സെയിം പേര് തന്നെ നമുക്ക് വേറെ ഇൻപുട്ട് ബോക്സിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ഒരു വാല്യൂ ആണ് തരാം, ഒരു ഇൻപുട്ട് ബോക്സിന്റെ വാല്യൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു സെക്കൻഡ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതിന് നമ്മൾ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇൻപുട്ട് ബോക്സിനാണ് ടൈപ്പ് ചെയ്യണ വാല്യൂ ആ സെയിം വാല്യൂ ആണ് എല്ലാ സ്റ്റേറ്റിലേക്കും പോവുക. അപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഉണ്ടെങ്കിൽ ഒക്കത്തിനും സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ട് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് നെയിം ഉണ്ട്. നമുക്ക് ഈ സെക്കൻഡ് നെയിം ഇവിടെ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ഫസ്റ്റ് നെയിം ആക്കാം. ഇതിന് നമുക്കൊരു സ്ട്രിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ലാസ്റ്റ് നെയിം ആക്കാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് നെയിം കൊടുക്കാം. പിന്നെ എനിക്കൊരു അഡ്വൈസ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നെയിമിംഗ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഇവന്റിന് പകരം കൊടുക്കാമായിരുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മാക്സിമം അബ്രിവിയേഷൻ കുറക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ പ്രൊജക്റ്റ് ഇപ്പോൾ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് പോയതിനു ശേഷം വേറൊരു ഡെവലപ്പർ വന്നാൽ ആ ഡെവലപ്പറിന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രോപ്പർ നെയിം കൺവെൻഷൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് സേവ് ചെയ്തിട്ട് അടിയിൽ പോയതിനു ശേഷം ഒരു ഇൻപുട്ട് ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആദ്യത്തേൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കാം, രണ്ടാമത്തേന് ലാസ്റ്റ് നെയിം കൊടുക്കാം.
ഓൺ ഹാൻഡിൽ ചേഞ്ച് സെയിം രണ്ടിനും. ഇതിപ്പോൾ ബാക്കി പോയതിനു ശേഷം ഇപ്പോൾ നമുക്കിവിടെ 2 ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ ഉള്ളിലേക്കാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഡീബഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ കണ്ടോ ലാസ്റ്റ് നെയിമിൻ്റെ ഉള്ളിലേക്കും ആ ഡീബഗ് എന്ന് വന്നു. ഇപ്പോൾ ലാസ്റ്റ് നെയിമിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ വേറെ ടൈപ്പ് ചെയ്താൽ അത് ഫസ്റ്റ് നെയിമിലേക്കും വരും. ഇതിപ്പോൾ ഞാനിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് നെയിമും ഡീബഗ് മീഡിയ, ലാസ്റ്റ് നെയിമും ഡീബഗ് മീഡിയ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഈ ഓൺ ഹാൻഡിൽ ചേഞ്ച് ആണ് ഞാൻ പിന്നെയും ക്രിയേറ്റ് ചെയ്തത്. ഞാനിവിടെ ഓൺ ഹാൻഡിൽ 2 എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫസ്റ്റ് നെയിമിൻ്റെ പകരം ലാസ്റ്റ് നെയിം മാത്രമായിട്ട് ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ആ പഠിക്കുന്ന ടൈമിൽ ചെയ്തൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്. എന്നിട്ട് ഇവിടെ ഈ ഇൻപുട്ട് ബോക്സ് 2ൻ്റെ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ മാറ്റും. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഡീബഗ് എന്ന് എഴുതി ഇവിടെ മീഡിയ എന്ന് എഴുതി. ഇപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് നെയിം ഡീബഗ് കിട്ടി, ലാസ്റ്റ് നെയിം മീഡിയ എന്ന് കിട്ടി. ഇത് വർക്കായി. ഇതെന്താണ് ഇപ്പോൾ ഇതിന് കുഴപ്പം? ഇത് വർക്കായല്ലോ. അപ്പോൾ എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഇതിപ്പോൾ 2 ഇൻപുട്ട് ബോക്സ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ 50 or 100 ഇൻപുട്ട് ബോക്സ് ഉണ്ടെങ്കിൽ 50 പ്രാവശ്യം നമ്മൾ ഹാൻഡിൽ ചേഞ്ച് ഫംഗ്ഷൻ എഴുതേണ്ടി വരും. അപ്പോൾ അത് നല്ലതല്ല. അത് പെർഫോമൻസിന് വളരെയായിട്ട് ബാധിക്കുക. അതൊരു നല്ല പ്രാക്ടീസും അല്ല. അപ്പോൾ ഈ ഒരു സാധനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ട് നെയിം ആട്രിബ്യൂട്ടിനെ നന്നായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഇവിടെ നെയിം ഇസ് ഈക്വൽ ടു സെയിം ആ സ്റ്റേറ്റിൻ്റെ പേര് തന്നെ ഇതിനുള്ളിൽ എഴുതാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ലാസ്റ്റ് നെയിം എന്ന് എഴുതും. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ നെയിം ആട്രിബ്യൂട്ട് കൊടുത്തു ഫസ്റ്റ് നെയിം, ഇവിടെ ഇതിന് ഞാൻ ലാസ്റ്റ് നെയിമും കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ ഓൺ ഹാൻഡിൽ ചേഞ്ചിനുള്ളിൽ വന്നിട്ട് നമുക്കിവിടെ ഈ ഫസ്റ്റ് നെയിമിൻ്റെ പകരം ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് തുറക്കാം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നെയിം എന്ന് എഴുതിയാൽ മതി. ഈ ഒറ്റ ലൈനിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എഴുതിന് ശേഷം ഇപ്പോൾ എനിക്കിതാ ഈ ഓൺ ഹാൻഡിൽ ചേഞ്ചിൻ്റെ ആവശ്യമില്ല. അടി വന്നിട്ട് എനിക്കിവിടെ 2 എന്നുള്ളത് മാറ്റിയിട്ട് സെയിം ഫംഗ്ഷൻ തന്നെ വിളിക്കാം. അപ്പോൾ ഒറ്റ ഫംഗ്ഷനിൽ ഇപ്പോൾ ഇനി എത്ര ഇൻപുട്ട് ബോക്സ്, ഇപ്പോൾ ഒരു 50 or 100 ഇൻപുട്ട് ബോക്സ് വന്നാലും എനിക്ക് ഇനി ഹാൻഡിൽ ചേഞ്ച് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ ഹാൻഡിൽ ചേഞ്ച് തന്നെ അതൊക്കെ നോക്കിക്കോളും. ഇതിപ്പോൾ ഞാൻ വെബ് പേജിൽ പോയതിനു ശേഷം ഇവിടെ ഞാനിതാ ഡീബഗ് നടിച്ച് മീഡിയ നടിച്ചാൽ ആ സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും കിട്ടുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കിട്ടും. ഇങ്ങനെയാണ് റിയാക്ട് മൾട്ടിപ്പിൾ ഇൻപുട്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ ഫംഗ്ഷനും ആരോ ഫംഗ്ഷൻ്റെ വ്യത്യാസം എനിക്ക് കാണിച്ചു തരാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ ഈ സെയിം ഫംഗ്ഷൻ തന്നെ 2 സ്ഥലത്ത് ഉപയോഗിച്ചു, 2 ഇൻപുട്ടിന് ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഇൻപുട്ട് മനസ്സിലാവുന്നത് ഓക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണത് ഈ ഇൻപുട്ടിലാണെന്ന്. ഇപ്പോൾ മറിച്ചിപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നോർമൽ ഫംഗ്ഷൻ ഇപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. സേവ് ചെയ്തതിനു ശേഷം പേജ് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാ ഒന്നും വർക്കാവില്ല. ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിലും വർക്കാവില്ല, ഇതിലും വർക്കാവില്ല. കാരണം അതിന് മനസ്സിലാവില്ല ഏത് ഇൻപുട്ടിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നത്. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ കൺസ്ട്രക്ട് ഓപ്പൺ ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആരോ ഫംഗ്ഷൻ സിമ്പിളായിട്ട് നമ്മൾ എഴുതുന്നത്. ഈ ട്യൂട്ടോറിയൽ കൂടെ നിങ്ങൾക്ക് ഫംഗ്ഷൻസും ഇവൻറ്റ്സും ഒക്കെ നല്ല ഡെപ്ത് ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് കൺട്രോൾഡും അൺകൺട്രോൾഡ് കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.